പട്ടി, എന്റെ മോനെവിടെ? കമ്മീഷണർ വീട്ടിൽ ആരാടി ഫയൽ എത്തിച്ചത്? പറയില്ലെന്ന വാശിയിലാണ് നീയല്ലേ? നിന്നെ കൊണ്ട് പറയിക്കാൻ പറ്റുമെന്ന് ഞാനൊന്നും. എന്റെ ചേച്ചി ഉണ്ടല്ലോ ഒരുത്തി, അവിടെ 2 കാലും വലിച്ചു കീറി നടുറോഡിൽ കെട്ടി തൂക്കും. കാലന്റെ കയറേ എപ്പ കഴുത്തി വീണിട്ടോട്. ഞാൻ ചിത്രഗുപ്തൻ, കാലന്റെ കണക്കപ്പിള്ള. എപ്പോഴാ കൊല്ലണ്ടേ എന്ന് തീരുമാനിക്കുന്നത് ഞാനല്ല, അത് കാലനാ. നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന കക്ഷിയാ. അതെ, ഞാൻ തന്റെ കാലൻ. ഈ അവതാരത്തിന് മുൻപ് ഞാൻ ആരായിരുന്നു എന്നുകൂടി തനിക്കറിയണ്ടേ? വേണം. മരിക്കുന്നതിന് മുൻപ് താനതറിയണം. പൂമനശ്ശേരി കോവിലകത്തെ പടിപ്പുര പോലും കാണാൻ പാടില്ലാത്ത ഒരു കുടിയാൻ, തമ്പ്രാക്കന്മാരെ ഓച്ചാനിച്ചും തൊഴുതു നിന്ന ഒരു ആശ്രിതൻ. പക്ഷേ 15 വർഷങ്ങൾക്ക് മുൻപ് അയാൾ രക്തം പുരണ്ട ഒരു വടിവാളുമായി പടിപ്പുര കയറി വന്നു. എന്താ ഓർക്കാൻ പറ്റുന്നില്ലേ? അതെ, മനസ്സിൽ നിന്റെ മുഖം മാത്രം പ്രതിഷ്ഠിച്ച് കാത്തിരിക്കുകയായിരുന്നു ഞാൻ ഈ ഒരു അവസരത്തിന് വേണ്ടി. എന്നെ കൊല്ലരുത്. ഈ കൈകൊണ്ട് കഴുത്ത് ജയിച്ച് ശ്വാസം മുട്ടിച്ച് നിന്നെ ഞാൻ കൊല്ലും. അരുത്, എന്നെ കൊല്ലരുത്. തമ്പുരാനെ കൊന്നത് ഞാനല്ല. ഒന്നിനെ കൊന്നാലേ മറ്റൊന്നിന് വളമാവൂ. അത് പ്രകൃതി നിയമമാ. വിലയില്ലാത്ത ഈ കതർക്കുപ്പായവും തോട്ടം തൊഴിലാളി യൂണിയൻ സെക്രട്ടറി സ്ഥാനവും എനിക്ക് മടുത്തു. രാഷ്ട്രീയത്തിൽ സ്ഥാനവും മാനവും വെട്ടിപ്പിടിക്കണമെങ്കിൽ പണം വേണം. ഒപ്പം നിന്നാൽ നമുക്ക് ആകാശത്തോളം ഉയരാം. തമ്പുരാൻ ഇവിടുത്തെ ആസ്തികളുമായി ബാംഗ്ലൂർക്ക് തിരിക്കുന്നതിന് മുമ്പ് നമുക്ക് നിർവഹിക്കണം. സംഗതി കൊള്ളാം, പക്ഷേ എനിക്കെന്തോ ഒരു ഭയം പോലെ. പേടിക്കണ്ട. ബോർഷാ പ്രഭുവായ തമ്പുരാനെ കൊന്നത് തമ്പുരാന്റെ തന്നെ തോട്ടം തൊഴിലാളിയായ നക്സൽ നേതാവ് കൂനിക്കൽ വാസുവാണെന്ന് ഞാൻ വരുത്തി തീർക്കും. ഇതിന്റെ വിഹിതം നമുക്ക് മാത്രമല്ല, നമുക്ക് കൂട്ടുനിൽക്കുന്ന പോലീസിനും നേതാക്കന്മാർക്കും ഒക്കെ ഉണ്ട്. പിന്നെന്തിനാ താൻ പേടിക്കുന്നേ? വിശ്വസ്തനായ ഭൃത്യൻ പതിവ് പോലെ ഒഴിച്ചു കൊടുക്കുന്ന മദ്യത്തിൽ അല്പം വിഷം. തലവെട്ടിക്കൊന്നാലല്ലേ നക്സൽ കൊലപാതകമാക്കി മാറ്റാൻ പറ്റൂ. തല വെട്ടിയേ തീരൂ. പക്ഷെ നേരിട്ട് വെട്ടാൻ ചെന്നാൽ നടന്നു വരില്ല. അടവുകളും ചുവടുകളും പഠിച്ച ക്ഷത്രിയനാണ് തമ്പുരാൻ. വിഷം കൊടുത്ത് തളർത്തിയിട്ട് തലവെട്ടുക, ആ ചോരയിൽ കൈമുക്കി മാവോ സൂത്രങ്ങൾ എഴുതുക. ചരിത്രത്തിൽ ഒരു നക്സൽ കൊലപാതകം കൂടി. മുകുന്ദ, കൊള്ളാം, മിടുക്കൻ. മുകുന്ദൻ അറിയാം എന്റെ സമയമായി. എന്താണോ ഞെട്ടുന്നത്? എന്റെ മരണസമയമല്ല പറയുന്നത്, മദ്യപിക്കുന്ന സമയം. സത്യത്തിൽ പാർവതിയേക്കാൾ എന്റെ കാര്യത്തിൽ ശ്രദ്ധ മുകുന്ദന് തന്നെ. പാർവതി തന്നെ അത് പറയാറുണ്ട്. 71 ഇന്ദിരാഗാന്ധി പ്രിവി പേഴ്സ് നിർത്തലാക്കിയത് അച്ഛൻ തമ്പുരാൻ സഹിക്കാൻ കഴിഞ്ഞില്ല. അന്ന് 2 സ്ക്രൂ പോയതാ. വന്ന് നൊസ് ഇപ്പൊ ഇത്തിരി കൂടുതലാ. ബാംഗ്ലൂർ നല്ല ചികിത്സ കിട്ടുമെന്നാണ് പാർവതി പറയുന്നത്. എന്താടോ തന്റെ മുഖം വല്ലാതിരിക്കുന്നത്? എന്തു പറ്റിയടോ? ഒന്നുമില്ല തമ്പുരാനെ. നിങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് ബാംഗ്ലൂർക്ക് പോകുന്നതുകൊണ്ടാണോ? അങ്ങനെ ഒന്നും കരുതണ്ട. നിറഞ്ഞ മനസ്സോടെ വേണം എന്നെ യാത്രയക്കാൻ. എന്ത് വേണമെങ്കിലും മനസ്സറിഞ്ഞ് ചോദിക്കാം. ഒന്നും ഞാൻ കൊണ്ടുപോകുന്നില്ല. അറിഞ്ഞോ താൻ? തെക്കേ തോട്ടവും കിഴക്കേപ്പുറത്തുള്ള 1000 നിലവും തന്റെയും രാഘവന്റെയും പേരിൽ ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൈപ്പഴ പറ്റി വല്ലതും മാറി ഒഴിച്ചോടത്. എനിക്ക് വല്ലാത്ത വരൾച്ച തോന്നുന്നു.
ഞരമ്പൊക്കെ വലിഞ്ഞു മുറുകുന്നത് പോലെ. എന്താണോ? ഓ. എന്താ താനൊന്നും മിണ്ടാത്തത്? രാഘവ, ആ തമ്പുരാൻ പൊറുക്കണം. മദ്യത്തിൽ മുകുന്ദൻ വിഷം കലർന്നു. മുകുന്ദ, നീ നിങ്ങൾക്ക് എന്താ വേണ്ടത്? എന്നെ കൊന്നിട്ട് നിങ്ങൾക്ക് എന്താ നേടേണ്ടത്? പലതും പലതും നേടാനുണ്ട് തമ്പുരാനെ. തമ്പുരാനെ, എന്താ? ആര് വന്നാലും ഇതുകൊണ്ട് കാര്യം തീർത്തോണം. എടാ ദ്രോഹി, എന്റെ തമ്പുരാനെ നീ ഒന്നു നിന്നെ കൊല്ലും. എല്ലാം സംഭവിച്ചു പോയി. എന്നെ കൊല്ലരുത്. മനസ്സറിഞ്ഞ് യാചിക്കുന്നവർക്ക് സ്വന്തം നെഞ്ചുപോലും പറച്ച് ദാനം ചെയ്യുമായിരുന്നു ആ വലിയ തമ്പുരാൻ. അല്ലേ മൂന്ന മുതലാളി? ആ പാവം തമ്പുരാനല്ലടോ നിങ്ങളെല്ലാരും കൂടി കൊല്ലാകൊല ചെയ്തത്. എന്ത് പ്രായച്ചിത്തം വേണം? നെഞ്ചുറപ്പുള്ള ഒരു ക്ഷത്രിയന്റെ മകളായി പിറന്നവളാണ് ഞാൻ. പരലോകത്തിരിക്കുന്ന എന്റെ അച്ഛനും അമ്മയ്ക്ക് ശാന്തി കിട്ടണമെങ്കിൽ ആദ്യം നീ, പിന്നെ അവൻ. എനിക്ക് ഇവനെ കൊന്നേ പറ്റൂ. കുറ്റക്കാരനാണ് തെളിഞ്ഞ നിയമം അയാളെ ശിക്ഷിച്ചിരിക്കും. വേണ്ട, 15 വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങളുടെ അച്ഛനെയും അമ്മയും കൊന്നപ്പോ നിങ്ങളുടെ നിയമത്തിന് നീതിപീഠത്തിന് നോക്കുകുത്തി പോലെ നോക്കി നിൽക്കാനേ കഴിയുള്ളൂ. ഇല്ല, പ്രമാണിമാരെ സംരക്ഷിക്കുന്ന നിങ്ങളുടെ നിയമത്തെ എനിക്ക് വിശ്വാസമില്ല. എന്താടാ, ഡായിക്ക് വല്ലതും കാണിക്കാൻ ഉദ്ദേശമുണ്ടോ? ഉണ്ടെങ്കിൽ കാണിക്കടാ പോത്തെ. പെണ്ണും പിള്ളെ വിളിച്ച് കെട്ടഴിപ്പിക്ക്, ഞങ്ങൾക്ക് സമയമില്ല. ഓടാ. ഇത്തവണ നമ്മളെ പറ്റിച്ചു. ഓടോ. അയ്യോ പോലീസുകാർ വരും ഊളന്മാരാണെന്ന് ഇനി നീ രക്ഷപ്പെടുന്ന എനിക്കൊന്നും കാണും.